അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഹദീസ് സെമിനാറിൻ്റെ അവസാനത്തെ സംസാരം എന്ന നിലയിൽ ഒരല്പ നേരം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ സായാഹ്നം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാകട്ടെ. ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഇത് നമുക്ക് ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹു വിശുദ്ധ ഖുർആൻ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചത് ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ വെളിച്ചമായിക്കൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് വിശുദ്ധ ഖുർആൻ എന്ന വെളിച്ചം പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിലൂടെ സ്വീകരിക്കാനും വേണ്ടിയാണ് എന്ന് കഴിഞ്ഞ സംസാരങ്ങളിൽ നിന്ന് മുഴുവനായി നമ്മൾ ഉൾക്കൊണ്ട ഒരു സന്ദേശമാണ്. നമ്മളൊക്കെ അറിഞ്ഞ ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കുകയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണവും പ്രായോഗിക രൂപവും ജീവിത മാതൃകയും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, പ്രവാചകന്റെ റോള് വിശദീകരിച്ചത് ഷാഹിദൻ, താങ്കൾ മറ്റുള്ളവർക്കൊരു മോഡലാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ എന്നത് മനുഷ്യരുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ആധാരമാണ് എങ്കിൽ സ്വഭാവവും സംസ്കാരവും വിശ്വാസവും ആചാരങ്ങളുമെല്ലാം സ്വീകരിക്കേണ്ടുന്നത് അതിൽ നിന്നാണെങ്കിൽ അത് പരിപൂർണമായും ജീവിതത്തിൽ പുലർത്തിയ ഒരാളായിട്ടാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പത്നി നമ്മുടെ ഉമ്മയോട് എങ്ങനെയായിരുന്നു പ്രവാചകന്റെ സ്വഭാവവും പെരുമാറ്റവും എന്ന ചോദ്യത്തിന് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ജീവിതവും പെരുമാറ്റവും വിശുദ്ധ ഖുർആനായിരുന്നു എന്ന മറുപടി ലഭിച്ചത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിനെ പ്രവാചകന്റെ ജീവിതത്തിലൂടെ സ്വീകരിക്കേണ്ടത് മുഴുവൻ മനുഷ്യരുടെയും ലോകാവസാനം വരെയുള്ളവരുടെ ആവശ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വം വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും നേടേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന്
ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തെ പിൻപറ്റണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം സൂറത്ത് ആലു ഇമ്രാനിലൂടെ. ഇത് സ്വീകരിക്കലാണ് ഒരു മനുഷ്യൻ സ്വർഗം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രവാചകനും അവിടുത്തെ സംസാരങ്ങളിലൂടെ, അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്നെ അനുസരിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്ത മുഴുവൻ മുസ്ലിങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇല്ലാമൻ അബ, ആരെങ്കിലും സ്വർഗപ്രവേശത്തിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വഹാബത്ത് സ്വാഭാവികമായും ചോദിച്ചു, ആർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതമുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ഫമൻ അതാഅനി ദഖലൽ ജന്ന, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ, ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ, വിശ്വസിച്ചാൽ, സ്വഭാവമായി സ്വീകരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ, എൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ, എൻ്റെ ജീവിത ശൈലികൾ ഒഴിവാക്കിയാൽ, എന്നെ അനുധാവനം ചെയ്യാതിരുന്നാൽ, ഫഹുവ അബ, അവനാണ് വിസമ്മതിച്ചവൻ, അവനാണ് സ്വർഗത്തിൽ കടക്കാൻ വിസമ്മതിച്ചവൻ. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഒരൽപ്പം കൂടി വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്കും റസൂലിൻ്റെ നിർദ്ദേശങ്ങൾക്കും ധിക്കാരം ആയി കണ്ട് അതിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർക്ക് കടുത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നേക്കും. ഔ യുസീബഹും അദാബിൻ അലീം, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയായിരിക്കും കാത്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സ്വീകരിക്കുന്നതിൻ്റെയും അത് ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവവുമാണ് ചുരുങ്ങിയ 2 ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സന്ദേശങ്ങളിലൂടെ നമുക്ക് അറിയിച്ചു തന്നത്. ഈ ഹദീസുകൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 അഭിപ്രായം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായി അതിലൂടെ മാത്രമേ സ്വർഗ്ഗപാത പറ്റാൻ, അതിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒരു റഡാറ് പോലെ അവരുടെ ദൃഷ്ടികൾ തിരിച്ചുവെച്ച് മുഴുവൻ കാര്യങ്ങളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രവണതയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. തങ്ങളുടെ ജീവിത വൃത്തിക്ക് വേണ്ടിയുള്ള അധ്വാനവും പ്രവർത്തനങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണത്താൽ, അതിനുവേണ്ടി വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണത്താൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും വല്ലതും ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുമോ, സാധിക്കാതെ പോകുമോ എന്ന കാരണത്താൽ തൻ്റെ കൂട്ടുകാരനുമായി, അയൽവാസിയുമായി ഒരു കരാറുണ്ടാക്കി, ഇന്ന് നീ പോകണം, നാളെ ഞാൻ പോകാം, ഇന്നത്തെ ജോലിക്ക് ഞാൻ പോയി അതിൽ നിന്നൊരു വിഹിതം നിനക്ക് നൽകാം, നീ പോയതിന് അത് അവിടെ നിന്ന് കേട്ട വിവരങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും അതിലൂടെ മാത്രമേ സ്വർഗപ്രവേശം സാധ്യമാകൂ എന്ന ഒരു തത്വം മനസ്സിലാക്കിയ സ്വഹാബത്ത് അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പല വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷനല്ലേ, അതുകൊണ്ട് തന്നെ നേരിട്ട് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് പ്രവാചകന്റെ പത്നിമാരുടെ അടുക്കൽ വന്ന് സംശയ നിവാരണം നടത്തിപ്പോകുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും പ്രവാചകനോട് തന്നെ ഞങ്ങൾ മടിച്ചു നിന്നിട്ട് എന്താ കാര്യം, ഞങ്ങളുടെ സ്വർഗത്തിൻ്റെ വിഷയമല്ലേ,
ഞങ്ങളുടെ നരകമോചനത്തിൻ്റെ വിഷയമല്ലേ, അതുകൊണ്ട് റസൂലിനോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന സ്വഹാബി വനിതകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹിമല്ലാഹു നിസാ അൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങളെ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ. കാരണം അവർക്ക് ലജ്ജ എന്ന് പറയുന്നത് മതത്തിൽ അവഗാഹം നേടാൻ, പ്രവാചകന്റെ ചര്യകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ചോദിക്കാനും അറിയാനും തടസ്സമായി വരുന്നില്ലല്ലോ. അവർ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും പ്രവാചകൻ ഒരു പെണ്ണിനോട് പറയാൻ മടിയുള്ള കാര്യങ്ങൾ തൻ്റെ സ്വഹാബി വനിതകളെ, തൻ്റെ പത്നിമാരെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ, അറിയിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ രംഗങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, അതിൻ്റെ വില മനസ്സിലാക്കി അതേ സ്വർഗപാത പിൻപറ്റാനും അള്ളാഹു ലോകർക്ക് മുഴുവനായി കൊണ്ട് അവതരിച്ച വിശുദ്ധ ഖുർആൻ എന്ന പ്രകാശരേഖ പിൻപറ്റണമെങ്കിൽ ആ പ്രവാചക ചര്യയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിയ സ്വഹാബി വനിതകളും സ്വഹാബികളും ഒരേ രൂപത്തിൽ ശ്രദ്ധിച്ച ശ്രദ്ധയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് പ്രവാചകനിൽ മാത്രം, അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സ്വഹാബത്തിൽ മാത്രം പരിമിതമാകേണ്ടതാണോ? അല്ല. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകന്റെ ജീവിതചര്യ അക്കാലഘട്ടത്തിലുള്ളവർക്ക് അനിവാര്യമാണെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ലോകത്ത് എവിടെ വെച്ചും ഏത് കാലഘട്ടത്തിലുമുള്ളവർക്ക് അനിവാര്യമാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് ചോദിച്ചറിഞ്ഞ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്, എന്താണ് ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണോ അല്ലേ എന്ന് ചോദിച്ചറിയുന്ന സ്വഹാബത്തുണ്ടാകുമ്പോൾ നമുക്കെങ്ങനെ ഒരു ഡിക്ഷണറിയും വെച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അർത്ഥം പറഞ്ഞ് ഇത് തന്നെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത്, ഇത് തന്നെയാണ് ഈ ആയത്തിൻ്റെ ആശയമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുക പ്രവാചകന്റെ സുന്നത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട്? ഒരിക്കലും സാധ്യമല്ല. എങ്കിൽ ആ സുന്നത്തുകൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ബുഖാരി ഇമാമും അതേപോലെ തന്നെ മറ്റുള്ള ഇമാമിങ്ങളുമൊക്കെ 2-3 നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് അവർ മനസ്സിലാക്കിയതും അവർ പഠിച്ചതുമായ ചില കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് അത് രേഖപ്പെടുത്തി വെച്ച് ശരിയാണെങ്കിൽ ശരിയാകട്ടെ, തെറ്റാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി രേഖപ്പെടുത്തി തങ്ങളുടെ ഒരു ബാധ്യത നിറവേറ്റിപ്പോയതാണ് എന്നതല്ല ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് പ്രവാചകന്റെ കാലഘട്ടം മുതൽ, സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ ഹദീസിന്റെ നിവേദന രംഗത്തും പ്രവാചകന്റെ സുന്നത്തിന്റെ റിപ്പോർട്ടിങ്ങിന്റെ രംഗത്തും ശ്രദ്ധിച്ച ശ്രദ്ധയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയാണ്. മരിക്കുന്ന സമയത്ത് പ്രവാചകൻ പോകുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ ഒരു പക്ഷി പറക്കുന്നുണ്ട് എങ്കിൽ ആ പക്ഷിയിലും ഞങ്ങൾക്ക് കൃത്യമായി ഒരു വിജ്ഞാനം നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് അവർ പ്രവാചകനിൽ നിന്ന് നേടിയ വിജ്ഞാനം? എന്താണ് അവർ പ്രവാചകനിൽ നിന്നും ഉൾക്കൊണ്ട വിശുദ്ധ ദീനുൽ ഇസ്ലാം? ഇത് എന്നും നിലനിൽക്കേണ്ടതാണ്. അത് നിലനിൽക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിയുമ്പോഴേക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ സ്വഹാബത്ത് നടപ്പാക്കുന്നതാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചു കൊള്ളുക എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞത്, ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങളെ കൊണ്ടാകുന്ന രൂപത്തിൽ ഒരായത്തെങ്കിലും നിങ്ങൾ അടുത്ത തലമുറക്കെത്തിക്കണേ സ്വഹാബത്തെ എന്ന കൽപ്പന കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. ഈ ഒരു ഉത്തരവാദിത്തം സ്വഹാബത്ത് നിറവേറ്റിയില്ല എന്നാണോ നമ്മൾ പറയേണ്ടുന്നത്? അല്ല, അവർ കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചാലുള്ള പ്രതിഫലത്തെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നല്ലറല്ലാഹു റുഅൻ സമിഅ മഖാലതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾക്ക് അല്ലാഹു
അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിത വഴിയിൽ ശോഭ നൽകട്ടെ, പ്രകാശം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? പ്രവാചകന്റെ ജീവിതചര്യ കണ്ട് പ്രവാചകൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾക്ക്. ഞാൻ പറഞ്ഞ കാര്യം മുഴുവൻ അവൻ മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി അവൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അവൻ കേട്ട കാര്യം അങ്ങനെ തന്നെ അടുത്തുള്ള അത് കേൾക്കാത്ത ആളുകൾക്ക് അറിയിച്ചു കൊടുത്തു, അത് എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് കേട്ടവനേക്കാൾ ആ കാര്യം ഉൾക്കൊള്ളാനും ആ കാര്യം ജീവിതത്തിൽ പകർത്താനും അതിൽ ഉൾക്കൊണ്ട ആ വിജ്ഞാനങ്ങൾ പരിപൂർണമായി സ്വീകരിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കഴിവുള്ളവർ എത്രയായിരിക്കും അടുത്ത തലമുറയിൽ വരിക. അതുകൊണ്ട് ഒരിക്കലും വിജ്ഞാനം ഇവിടെ തങ്ങി നിന്നുകൂടാ, അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ച കൽപ്പനയാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫതഹിന്റെയും കഴിഞ്ഞ് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്തുള്ള പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഹൽ ബല്ലഅത്, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? അള്ളാഹു എന്നെ ഏൽപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് അതിൻ്റെ വിശദീകരണമായ സുമ്മ ഇന്ന അലൈനാ ബയാന, ആ വിശുദ്ധ ഖുർആനിനെ പരിപൂർണമായും നിങ്ങൾക്ക് വിശദീകരിച്ചു തരിക എന്നത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എന്നിലൂടെ അവൻ നടത്തിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യത്തിന് അവർ പറഞ്ഞു, അതേ, എത്തിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ അലാ ഫൽയുബല്ലിഉ ഷാഹിദ് അൽ ഗായിബ, ഇവിടെ സന്നിഹിതരായ നിങ്ങൾ, ഇവിടെ എത്തിയിട്ടില്ലാത്ത അടുത്ത തലമുറക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലാത്ത മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക തന്നെ വേണ്ടതുണ്ട്. നബിയുടെ കൽപ്പനയാണ്. ഈ കൽപ്പനകൾ മുഴുവൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നിറവേറ്റുകയാണ്. പക്ഷേ ആ നിറവേറ്റുന്ന സന്ദർഭത്തിൽ അവർക്ക് ചില തടസ്സങ്ങളുണ്ട്. 23 വർഷത്തെ ജീവിതത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കേട്ട പല കാര്യങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആനാണെങ്കിൽ അവർ ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുണ്ട്, ഭൂരിഭാഗം ആളുകളും എല്ലാം എഴുതി വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 23 വർഷത്തെ കാലയളവിലൂടെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും പലപ്പോഴായി കേട്ട കാര്യങ്ങൾ അവരുടെ മനസ്സിൽ എത്ര കണ്ട് ഇരിക്കുന്നുണ്ട്? എല്ലാം ഒരേപോലെ ഇരിക്കുമോ ഇല്ലയോ? അവിടെയാണ് സ്വഹാബത്തിന്റെ പേടി വരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മാ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറയൽ തന്നെ ഒരാൾക്ക് കളവായി വരാൻ ധാരാളമുണ്ട്. ഞാൻ കേട്ടത് മുഴുവൻ ഞാൻ പറയുക, ഞാൻ കണ്ടത് മുഴുവൻ ഞാൻ പറയുക, അപ്പോൾ തന്നെ കളവുകൾ ധാരാളമായി കടന്നു വരും. എങ്കിൽ ഞാൻ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്നും കണ്ടതും അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ, കാലപ്പഴക്കത്താൽ എൻ്റെ മനസ്സിൽ ദ്രവിച്ചു പോയ നബിയുടെ വാക്കുകൾ, അതേപോലെ തന്നെ വല്ലതും ഉണ്ടാകുമോ? ഞാൻ പറയുന്നത് ശരിയാകുമോ ഇല്ലേ? അല്പം കൂടി അവർക്ക് ഭയം കൂട്ടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ഹദീസ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സീറ്റ് നരകത്തിൽ അവൻ റിസർവ് ചെയ്യട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്കിൽ റസൂലിൻ്റെ പേരിൽ ഒരു കളവ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതായാലും ഒരു സ്വഹാബി കെട്ടിച്ചമച്ച് പറയില്ല. എങ്കിൽ അഥവാ ഞങ്ങൾ പറയുന്നത് കേട്ടതിൽ വല്ല അബദ്ധവും വരുമോ? വീണ്ടും ഹദീസ് അവർ കാണുന്നു, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബ് ഫഹുവ അഹദുൽ കാദിബൈൻ, ആരെങ്കിലും എന്നിൽ നിന്നും കളവാണെന്ന് അവന് ബോധ്യമുള്ള, അവന് തോന്നുന്ന ഒരു ഹദീസ്, ഇത് നബി പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഇത്ര കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്. നബിയുടെ ഹദീസുകൾ
ഞാൻ നബിയുടെ കൂടെ ജീവിച്ചിട്ടില്ലെങ്കിൽ തന്നെ നബിയുടെ ഹദീസുകൾ, ധാരാളക്കണക്കിന് ഹദീസുകളുടെ മുന്നിൽ ജീവിച്ച് വർഷങ്ങൾ എൻ്റെ കൂടെ ആ ഹദീസുകളുടെ കൂടെ ചെലവിട്ടപ്പോൾ നബി പറയുന്ന ഹദീസുകളും നബി പറയാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളും രണ്ടുമുണ്ട്. അതുകൊണ്ട് കളവാണെന്ന് തോന്നുന്നത് വല്ലതും എന്നിൽ നിന്നും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അവൻ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ, എൻ്റെ പേരിൽ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരുവനാണ്. ഒന്നത് കെട്ടിയുണ്ടാക്കിയവൻ, രണ്ടാമത് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തവൻ. അതുകൊണ്ട് ഗൗരവം വർദ്ധിക്കുകയാണ്. ഇതാണ് ഹദീസ് റിപ്പോർട്ടിങ്ങിൻ്റെ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അപ്പോൾ തന്നെ എഴുതി വെച്ചതാണ്. ഹദീസുകളാണെങ്കിലോ അതാരുടെയൊക്കെയോ ഓർമ്മയിൽ നിന്നും ഓർത്തെടുത്ത് ആരൊക്കെയോ റിപ്പോർട്ട് ചെയ്ത് അതിനിടയിൽ കുറേ ആളുകൾ നഷ്ടപ്പെട്ട് അങ്ങനെയുള്ളതാണ് ഹദീസുകൾ എന്ന് അല്ല. സ്വഹാബത്തിനോടടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച ശ്രദ്ധ നമ്മൾ കാണേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നേരത്തെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിസ്റ്ററി സൗണ്ടായിക്കൊണ്ട് നമ്മൾ കേട്ടല്ലോ ഇടവേളയിൽ. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ധാരാളം വർഷം പ്രവാചകന് സേവനം ചെയ്തുകൊണ്ട് നടന്ന അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന വാക്ക്, ലൗലാ അന്നി അഖ്ശാ അൻ ഉഖ്തിഅ ലഹദ്ദസ്തുകും ബി അഷ്യാ സമിഅതുഹാ മിർ റസൂലില്ലാഹ്. റസൂലുള്ളയിൽ നിന്ന് ഞാൻ കേട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഹദീസുകളുണ്ട്. പക്ഷേ മറന്നുപോയ കാരണത്താൽ, വാചകങ്ങൾ കൃത്യമായി ഓർമ്മയില്ലാത്ത കാരണത്താൽ ഞാൻ തെറ്റുമോ, എൻ്റെ സംസാരം അബദ്ധമാകുമോ, ഞാൻ പറഞ്ഞത് അബദ്ധമാകുമോ എന്ന് പേടിയില്ലായിരുന്നെങ്കിൽ കുറേ ഹദീസുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവസാനം അദ്ദേഹം ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണ്, കാന അനസ് ഖലീലുൽ ഹദീസ്, വളരെ കുറച്ചേ അദ്ദേഹം ഹദീസുകൾ പറയാറുണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും, ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് തോന്നുന്നു. സംശയം, ഒരു പദം തെറ്റുമോ എന്ന സംശയം. അത്രയും കൃത്യവും കണിശവുമായി കൊണ്ടാണ് ഹദീസുകൾ അടുത്ത തലമുറയിലേക്ക് സ്വഹാബത്ത് കൈകാര്യം ചെയ്തത്, കൈമാറ്റം ചെയ്തത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പറ്റി പറയുമ്പോൾ നെറ്റി ചുളിച്ചുകൊണ്ട് എന്തോ വലിയ ഗൗരവമുള്ള ഒരു കാര്യം പറയുന്ന രൂപത്തിൽ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുവരെ കളിയും തമാശവും ഒക്കെയാണ് എങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ മാറിയിട്ടായിരുന്നു ഖാല റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം പറഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓരോന്നെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് പ്രായം കുറേ വന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഹദീസുകൾ പറഞ്ഞു തരണം, കാരണം അദ്ദേഹം പ്രായാധിക്യത്തിലെത്തിയിട്ടുണ്ട്, ഇനിയും അദ്ദേഹം പറയാത്ത ഹദീസുകൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഹദീസ് പറഞ്ഞു തരണം. അദ്ദേഹം മറുപടി പറയുന്നത്, കബിർന, ഞങ്ങൾ പ്രായാധിക്യത്തിലെത്തിയില്ലേ, വനസീന, കുറേ കാര്യങ്ങൾ മറന്നുപോയി, വൽ ഹദീസു അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷദീദ്, പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ പറയുക, പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുന്നത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഓർമ്മക്കുറവ്, ഞങ്ങളുടെ പ്രായാധിക്യം, അതിൽ വന്ന വല്ല പ്രശ്നങ്ങളും, അതുകൊണ്ട് റസൂലുള്ളയുടെ ഹദീസിനൊരു കുഴപ്പം വരരുത് എന്ന് കരുതിക്കൊണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന, അവനവൻ്റെ പ്രായാധിക്യവും അവനവൻ്റെ ഓർമ്മക്കുറവുകളും ഓർമ്മിച്ച് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന സ്വഹാബത്തിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇതാണ് ഹദീസ് റിപ്പോർട്ടിങ്ങിൻ്റെ രംഗത്ത് ആദ്യ തലമുറയിൽ തന്നെയുള്ള നമ്മുടെ മുൻഗാമികളുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. എന്താ പ്രശ്നം? ഹദീസുകൾ കേട്ട സ്വഹാബത്താണ് അവിടെയുള്ളത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും കളവ് പറയുന്നില്ല.
എന്നാലും പ്രവാചകന്റെ പേരിൽ ഒരു കളവ് വന്നു പോകുമോ, അറിയാതെ വന്നു പോകുമോ, മറവി കൊണ്ട് വന്നു പോകുമോ എന്ന പേടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് സ്വഹാബത്തിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്ക് സമൂഹത്തിൽ ഫിത്നകൾ ഉടലെടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും നബി കുടുംബത്തെ സംബന്ധിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു എന്ന് കള്ള ഹദീസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജൂതൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു സബ രംഗത്ത് വരുന്നു. അദ്ദേഹം പ്രവാചകന്റെ പേരിൽ കളവുകൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മുസ്ലിമിന്റെ കൃത്യമായ വിശ്വാസം 6 കാര്യങ്ങൾ. ആ 6 കാര്യങ്ങളിൽ ഖദാ ഖദറിലുള്ള വിശ്വാസം അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്നത് നീതിയില്ലാത്ത മതമാകും, അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖദരികൾ പുറത്തേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഭരണാധികാരം എന്ന് പറയുന്നത് ആ ഭരണാധികാരം ഇന്നിന്ന ആളുകൾക്കൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികളിൽ കുറെ ആളുകളെ കാഫിറാക്കിക്കൊണ്ട് വേറൊരു വിഭാഗം പോകുന്നു. സ്വഹാബികൾ നിലനിൽക്കുന്ന സമയമാണ്. കുഴപ്പങ്ങൾ അധികരിച്ചപ്പോൾ സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു. ഹദീസുകൾ പറയുന്ന സമയത്ത് ഇവർ ഓരോരുത്തരും അവരവർക്ക് അനുകൂലമായി ഹദീസുകൾ പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല വിവരമുള്ള പണ്ഡിതനായ ധാരാളം സ്വഹാബത്തിനെ കണ്ട ജാഹിലിയ കാലഘട്ടവും അതേപോലെ തന്നെ ഇസ്ലാമിനും സാക്ഷിയായ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടിട്ടില്ല എന്ന ഒരു കുറവ് മാത്രം, അങ്ങനത്തെ ഒരു പണ്ഡിതനാണ് ബുഷൈർ ബിൻ കഅബ്. അദ്ദേഹം സ്വഹാബിയാണോ അല്ലേ എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കം. സ്വഹാബിയല്ല, പക്ഷേ നല്ല പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം ഹദീസിനെ പറ്റി പറയുകയാണ്. ഞാൻ കേട്ട ഹദീസുകൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രഗത്ഭനായ സ്വഹാബിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഖാല റസൂലുള്ളാ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തലതിരിക്കുകയാണ്, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു ഖാല റസൂലുള്ളാ, ശ്രദ്ധിക്കുന്നില്ല. എന്താ എൻ്റെ ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ ഒരു കാലത്ത് ഖാല റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാൾ മുമ്പ് ഞങ്ങളുടെ കണ്ണുകൾ ആ പറയുന്ന ദിശയിലേക്ക് തിരിയുമായിരുന്നു. ഞങ്ങളുടെ ചെവികൾ അയാൾക്ക് വേണ്ടി, അയാളുടെ ശബ്ദത്തിന് വേണ്ടി കാത് കൂർപ്പിക്കുമായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളായി ഉടലെടുത്തു, ഫിത്നകളായി, ആളുകൾ പലതും പലതിൻ്റെയും പിന്നാലെ പോയപ്പോൾ ഞങ്ങളിനി ഹദീസുകൾ എന്ന് പറയുന്നത് അത് കൃത്യമാണ് എന്ന് ഉറപ്പുള്ളത് മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് നീ ആദ്യം പറഞ്ഞ ഹദീസ് ഏതാ, രണ്ടാമത് പറഞ്ഞ ഹദീസ് ഏതാ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിച്ച് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ്. അദ്ദേഹത്തിൽ വിശ്വാസമില്ലാതിരുന്നിട്ടല്ല, അദ്ദേഹത്തിന് ആരെങ്കിലും കളവായി പറഞ്ഞെടുത്തതായിരിക്കുമോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത്ര കണിശമായി കൊണ്ട് അവിടം മുതൽ തുടങ്ങുന്നു. ആരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവർക്കുണ്ടാകേണ്ടുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ആരിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ വന്ന് ചോദിക്കുന്നു, ഇന്നിന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, അവർക്ക് ഇന്നിന്ന ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ ഞങ്ങൾ എന്ത് ചെയ്യണം, മറച്ചു വെക്കണോ? ഇല്ല, ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല, അത് മറച്ചു വെക്കേണ്ടതല്ല എന്ന്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അതിനുശേഷം ആ ആളുകളെപ്പറ്റി പറയുമ്പോൾ അയാൾ നല്ല ഇബാദത്തുള്ള ആളാണ്, നല്ല മുഅ്മിനാണ്, നല്ലവനാണ്, നല്ല കുറേ ഗുണങ്ങൾ ഞങ്ങൾ പറയും. കാരണം ഉള്ളതാണ്, നല്ല ഗുണങ്ങൾ പറയും. പക്ഷേ അദ്ദേഹം ഹദീസ് സ്വീകരിക്കുമ്പോൾ ഹദീസ് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കരുത് കേട്ടോ. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിന് പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്. അവിടം മുതൽ തുടങ്ങി ഹദീസ് റിപ്പോർട്ടിങ്ങിന്റെ രംഗത്തുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. ഇമാം ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, താബിഈ പണ്ഡിതന്മാരിൽ അഥവാ ധാരാളം സ്വഹാബിമാരെ കണ്ട് അവരിൽ നിന്ന് ഹദീസുകൾ സ്വീകരിച്ച പണ്ഡിതനാണ് അദ്ദേഹം. പറയുന്നു, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്, മുമ്പൊന്നും ആരാ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് ചോദിക്കലുണ്ടായിരുന്നില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വഹാബി ഖാല റസൂലുള്ളാ, നേരെയാണ്. നേരത്തെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ ഉടലെടുത്തതോടുകൂടി തുടങ്ങി കളവുകൾ പറയൽ.
അതേപോലെ തന്നെ ആളുകളുടെ ഹിഫ്ളും മറ്റുമൊക്കെ തെറ്റിവരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് കാലങ്ങൾ അധികരിക്കുകയല്ലേ, ഹിഫ്ളിൽ തന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ചോദിക്കുന്നു, ആരാ നിങ്ങൾക്ക് ഈ ഹദീസ് പറഞ്ഞു തന്നത്? ഫയുൻളറു ഇലാ അഹ്ലിസ് സുന്നഹ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തവൻ അഹ്ലുസുന്നയിൽപ്പെട്ടവനാണോ എന്ന് നോക്കും. ഫയുഖദു ഹദീസുഹു, അവന്റെ ഹദീസ് സ്വീകരിക്കും. വയുൻളറു ഇലാ അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ കക്ഷിയിൽപ്പെട്ട ആരെങ്കിലുമാണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഫയുത്രകു ഹദീസുഹു, അവന്റെ ഹദീസുകൾ തള്ളും. എവിടെ തുടങ്ങി? താബിഈങ്ങളുടെ കാലഘട്ടം മുതൽ തുടങ്ങി. ഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ അവൻ അഹ്ലുസുന്നയിൽപ്പെട്ടവനായിരിക്കണം. അതുമാത്രം പോരാ, അഹ്ലുസുന്നയിൽപ്പെട്ടവൻ മാത്രമായാൽ പോരാ, മറിച്ച് കൃത്യമായി ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവന്റെ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ മുഴുവൻ അവനുണ്ടോ എന്ന് നോക്കണം. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഅ, ഒരു അധർമ്മകാരി വല്ല വാർത്തകളുമായി കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരികയാണ് എങ്കിൽ ഫതബയ്യനു, നിങ്ങൾ അത് ഉറപ്പുവരുത്തണം. ആ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശമായിരിക്കും ഉണ്ടാവുക എന്ന് സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിബന്ധനകൾ വെക്കുകയാണ്. ആരായിരിക്കണം ഹദീസ് പറയേണ്ടത്, ആരായിരിക്കണം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തിനധികം പണ്ഡിതന്മാരുടെ, സ്ഥാബിഈങ്ങളടക്കമുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ വന്ന് ഹദീസ്, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറഞ്ഞ് അകറ്റുന്നത് കാണാൻ കഴിയും. എന്താ കാരണം? ആ ഹദീസ് അവന് പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇന്ന ആളിൽ നിന്നും ഹദീസ് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടതും കേൾക്കാത്തതും അവൻ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ തള്ളുകയാണ്. അവന് യോഗ്യനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തള്ളുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അത്രയും ഗൗരവമാണ് ഹദീസിന്റെ വിഷയമെന്ന് പറയുന്നത്. അവിടെ മുതൽ ആര് പറഞ്ഞു, ആരാണ് അയാളിൽ നിന്ന് കേട്ടത്, ആരാണ് അതിൻ്റെ അപ്പുറത്തുള്ള ആൾ, ആരാണ് അതിൻ്റെ അപ്പുറത്തുള്ള ആൾ, കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവന് എന്തൊക്കെയുണ്ടാകണം? അവൻ അദിലുള്ളവനായിരിക്കണം. എന്താ അദിൽ എന്ന് പറഞ്ഞാൽ? അദാലത്ത് എന്ന് പറയുന്നത് അവൻ വിശ്വാസപരമായി ഒരു ബിദ്അത്തിന്റെ കക്ഷിയിലും പെട്ടവനാകാൻ പാടില്ല. കളവുകൾ സാധാരണ സംസാരത്തിൽ പോലും അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സാധാരണ സംസാരം, റസൂലിന്റെ പേരിലല്ല, സാധാരണ സംസാരത്തിൽ ഒരു അബദ്ധം, കളവുകൾ റിപ്പോർട്ട് ചെയ്താൽ അവൻ്റെ ഹദീസുകളടക്കം ഒഴിവാക്കുകയാണ്. റസൂലിന്റെ പേരിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ, അയാൾ കളവ് പറയുന്നവനാണ് എന്നറിഞ്ഞാൽ അവൻ്റെ ഹദീസ് മൗദൂഅ് എന്ന് പറഞ്ഞ് തട്ടും. ഒന്നിനും പറ്റൂല. പിന്നെ രണ്ടാമത്, റസൂലിൻ്റെ ഹദീസിലൊക്കെ ശ്രദ്ധിക്കുന്നവനാ, പക്ഷേ ആളുകളുമായിട്ടുള്ള സംസാരത്തിൽ ചിലപ്പോൾ വല്ല കളവുമൊക്കെ തമാശയായിട്ടൊക്കെ പറയുന്നവനാണ് എങ്കിൽ അവൻ്റെ ഹദീസിന് പേര് പറയുന്നത്, അവൻ്റെ ഹദീസിന് മത്രൂഖ് എന്നാണ് അവന് പേര് പറയുന്നത്. ഈ ഹദീസ് മത്രൂഖാണ് ഹദീസ് എന്ന് പറയും. അല്ലേ? അത്ര ഗൗരവ ഓരോ കാര്യങ്ങളും, കളവ് പറയുന്നത്, അതേപോലെ തന്നെ എന്തെങ്കിലും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളോ വിശ്വാസമോ പെരുമാറ്റമോ ഒരാളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ഫാസിഖാണ്. ഫാസിഖിന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലേ? ഇങ്ങനെ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന? ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ചും രേഖപ്പെടുത്തി വെച്ച കൃത്യമായ രേഖകൾ അവരുടെ കാലഘട്ടത്തിൽ ആ ജീവിച്ച ആളുകൾ, ഓരോ ഹദീസിൻ്റെ റിപ്പോർട്ടർമാരും ജീവിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ അവരെ നിരൂപണം നടത്തിക്കൊണ്ട് അവരുടെ ജീവിതം കൃത്യമായി കണ്ട്, അവരുടെ സേവനങ്ങൾ കണ്ട്, അവർ ആരിൽ നിന്നൊക്കെ പഠിച്ചു, ആരുടെയൊക്കെ ശിഷ്യന്മാരായി, ആരൊക്കെ അവരുടെ ശിഷ്യന്മാരായി, ഏതൊക്കെ നാടുകളിലൂടെ അവർ യാത്ര ചെയ്തു, എവിടെ നിന്നൊക്കെ ഹദീസുകൾ ശേഖരിച്ചു, എവിടെ നിന്നാണ് അവർ ഗ്രന്ഥങ്ങൾ ശേഖരിച്ചത്, എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഇബ്നു അസാക്കിർ എന്ന് പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥം ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചു കൂടിയുള്ളതാണത്. 75 വാള്യങ്ങളാണത്. 5 വാള്യങ്ങൾ
ഈ 70 വാള്യങ്ങളിൽ വന്ന ആളുകളുടെ പേരുകളും അതിൻ്റെ ഇൻഡെക്സ് മാത്രമായി കൊണ്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. ഇത് മുഴുവൻ എഴുതി രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും അടക്കം ഇന്ന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മളൊക്കെ സിഹാഹുസിത്ത എന്നും ഏറ്റവും ശരിയായിക്കൊണ്ട് കുത്തുബുസിത്ത എന്നും സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതേപോലെ തന്നെ അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ, തിർമിദി തുടങ്ങി 6 ഗ്രന്ഥങ്ങൾ. ആ 6 ഗ്രന്ഥങ്ങളുടെയും അതിൻ്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ഓരോരുത്തരെ സംബന്ധിച്ചും അവർ എവിടെ ജനിച്ചു, എവിടെയൊക്കെയാണ് അവർ യാത്ര ചെയ്തത്, എവിടെയാണ് മരണപ്പെട്ടത്, എന്നാണ് അവർ ഹദീസ് പഠനം തുടങ്ങിയത്, ഏതൊക്കെ ഷെയ്ഖുമാരിൽ നിന്നാണ് അവർ ഹദീസ് സ്വീകരിച്ചത്, എവിടെയൊക്കെയാണ് അവർ ദർസുകൾ നടത്തിയത്, ആരൊക്കെയാണ് അവരുടെ ശിഷ്യന്മാരായി വന്നത്, അവരുടെ ഹദീസുകൾ എവിടെയൊക്കെയാണുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് വെറുതെ ഇമാം ബുഖാരി ഒരു ഹദീസിൻ്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുകയല്ല ചെയ്തത്. മറിച്ച് ഇവരുടെ ചരിത്രം ഇമാം മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് കൃത്യമായി സനദിലൂടെ. ഇന്ന ആൾ പറഞ്ഞു, ഇന്ന ആൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറഞ്ഞു, ഇന്ന ആൾ സ്വീകാര്യനാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു, ഇന്നിന്ന ആൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് ഇന്ന ആളുടെ വിശ്വാസം മുർജിഅത്തിൻ്റെ വിശ്വാസമാണ്, ഇന്ന ആൾ ഖവാരിജാണ്, ഇന്ന ആളെപ്പറ്റി ഷിയായിസം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ടതുപോലെ തന്നെ ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രങ്ങളും രേഖപ്പെട്ട് കിടക്കുകയാണ് എന്നർത്ഥം. എന്താ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹം ഹദീസ് മാത്രമല്ല ക്രോഡീകരിച്ചത്, മറിച്ച് ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത്താരീഖുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥം. അത്താരീഖുൽ കബീർ 10-12 വാള്യങ്ങളുള്ള ആ ഗ്രന്ഥത്തിൽ ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രമാണുള്ളത്. അതിനെ ഒന്നുകൂടി ചുരുക്കിക്കൊണ്ട് അത്താരീഖുൽ ഔസത്ത് എന്ന് പറയുന്ന 2ാമത്തെ ഒരു ഗ്രന്ഥം രചിച്ചു. അതിനെയും ചുരുക്കിക്കൊണ്ട് ആളുകൾക്ക് സ്വന്തം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ രൂപത്തിൽ അത്താരീഖുസ് സഈർ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വാള്യത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും അത് ഷോർട്ടാക്കി. ഇത്രയും പ്രവർത്തനങ്ങൾ ഹദീസ് രേഖപ്പെടുത്തി വെക്കൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, ആ ഉസ്താദിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അവിടെ നിന്ന് അങ്ങോട്ട് ഒരു താബിഈ, അവിടെ നിന്ന് അങ്ങോട്ടൊരു താബിഈ, അവിടെ നിന്ന് അപ്പുറത്തൊരു സ്വഹാബി, അവിടെ നിന്ന് അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൻ്റെ സനദ് എന്ന് പറയുന്നത് അതാണ്. ഇതിൽ ഏതെങ്കിലും ഒരാൾ, സ്വഹാബികൾ എല്ലാവരും ആദിലുകളാണ്, അല്ലാഹു ആണ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്, അവർ സത്യസന്ധരാണ് എന്ന്. റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു അവരെപ്പറ്റിയും അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടവരാണ്. അവരുടെ കാര്യം നോക്കേണ്ടതില്ല, അത്രയും സത്യസന്ധരാണ്. അവരുടെ കാര്യം നോക്കേണ്ടതില്ല. വല്ല തെറ്റും അബദ്ധവും സംഭവിച്ചതാണോ, അത് മറ്റുള്ളവർ അതിനെതിരായിട്ടാണോ അതിനനുകൂലമായിട്ടാണോ റിപ്പോർട്ട് ചെയ്തത് എന്നത് നോക്കിയാൽ മതി. അവർ സത്യസന്ധരാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അതിന് താഴെയുള്ള ഈ 3, 4, 5 ആളുകൾ, ആ ആളുകളിൽ ഒരാളെങ്കിലും കളഞ്ഞു പോയാൽ ഹദീസ് ലഈഫായി. കാരണം ഹദീസ് മുത്തസിലല്ല, ഇതിൻ്റെ പരമ്പര മുറിഞ്ഞു പോയതാണ് അല്ലേ? ഈ ആളുകളിൽ ആരെങ്കിലും ഒരാൾ സ്വീകാര്യനല്ലാത്ത ആളാണ് എങ്കിൽ, വിശ്വാസപരമായി പ്രശ്നക്കാരനാണ് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ആരോപണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, എല്ലാ കാര്യവും റെഡിയാണ്, അദ്ദേഹം ഹിഫ്ള് കുറവുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം ലബ്ത്തില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് അയാളുടെ ഹദീസ് ഒഴിവാക്കും. ഹിഫ്ള് മാത്രം, ബാക്കിയെല്ലാം കാര്യം ശരിയാണ്. എത്രയാണ് ഇസ്ലാമിക ലോകത്ത് ഫത്വ നൽകിയിരുന്ന, കോടതികളിൽ കാളിയായി നിലനിന്നിരുന്ന ആളുകൾ, പക്ഷേ അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ ആ ഹദീസ് സ്വീകരിക്കൂല. അവരുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവരെ പറ്റി പറയുന്നത് എന്താ? ഇന്നാലിന്ന ആൾ, അദ്ദേഹം പണ്ഡിതനാണ്, ഫഖീഹാണ്, അതേപോലെ തന്നെ ആലിമാണ്, ഖാളിയാണ്, നാട്ടിലെ ഖാളിയ. പക്ഷേ ആ ഹദീസ് സ്വീകാര്യമല്ല. കാരണം മനപ്പാടത്തിൽ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വാസപരമായ കുഴപ്പമുള്ളവർ, അതേപോലെ തന്നെ സ്വഭാവപരമായ കുഴപ്പമുള്ളവർ, അതേപോലെ തന്നെ വ്യക്തിപരമായി എന്തെങ്കിലും ന്യൂനതകളുള്ളത്,
ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഒരു ഹദീസ് സ്വീകാര്യമാകുന്നത്. ആളുകൾ മനസ്സിലാക്കിയത് ഹദീസുകൾ മുഴുവൻ സ്വീകരിക്കണം എന്നല്ല. ഹദീസുകൾ മുഴുവൻ സ്വീകരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന നിബന്ധനകൾ മുഴുവൻ ഒത്തതായിരിക്കണം. ഒന്ന്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് എഴുതി വെക്കുന്ന ഗ്രന്ഥകാരനുണ്ടാകും. ബുഖാരി ആണെങ്കിൽ ബുഖാരി, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, മറ്റുള്ള ഹദീസിൻ്റെ ഗ്രന്ഥകാരന്മാർ. ആ ഗ്രന്ഥകാരന്മാർ സ്വീകാര്യമായവരായിരിക്കണം. അവർ സ്വീകാര്യമല്ല എങ്കിൽ ബാക്കി ആരൊക്കെ സ്വീകാര്യമായിട്ടും കുഴപ്പമില്ല, ശരിയില്ല അല്ലേ? നമ്മൾ പല ഹദീസ് ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്. സൈഫ് ചരിത്രകാരനാണ്, ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ആളാണ്, ഹദീസുകൾ ധാരാളമായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിതാബും നമുക്ക് വേണ്ട, അദ്ദേഹത്തിൻ്റെ ഹദീസുകളും നമുക്ക് വേണ്ട. എന്താ കാരണം? സ്വീകാര്യനല്ല. അപ്പോൾ എഴുതി രേഖപ്പെടുത്തുന്ന ഗ്രന്ഥകാരൻ സ്വീകാര്യനായിരിക്കണം. ഒന്ന്, അദ്ദേഹം ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ, അദ്ദേഹം സ്വീകാര്യനായിരിക്കണം വിശ്വാസപരമായി. അപ്പോൾ അതെവിടെ നിന്ന് കിട്ടും? ശിഷ്യൻ എന്തായാലും ഉസ്താദിനെ പറ്റി നന്നായിട്ടല്ലേ പറയുള്ളൂ? അല്ല, ചിലപ്പോൾ ശിഷ്യന്മാർ തന്നെ പറയും എൻ്റെ ഉസ്താദിന് ഇന്ന കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതാ ഈ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആളുകൾ ഏറ്റവും സത്യസന്ധരായിട്ടുള്ളവരായിരുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരിൻ്റെ ഒക്കെ ഉസ്താദായിട്ട് വരുന്ന ഒരാൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി, ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനാണ്, പക്ഷേ പറയുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി ചോദിച്ചപ്പോൾ, എൻ്റെ പിതാവ് വാലിദി ലഈഫുൽ ഹദീസ്, എൻ്റെ പിതാവ് ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ ലഈഫായിരിക്കും, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റൂല. ആരാ പറയുന്നത്? മോനാ പറയുന്നത് അല്ലേ? സ്വന്തം പിതാവ്. ആ പിതാവിനെ സംബന്ധിച്ച് പറയുകയാണ്, എൻ്റെ പിതാവ് ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, സയ്യിദ് ഇബ്നു അബി അനീസ വളരെ പ്രശസ്തനായ പണ്ഡിതനാണ്, ഹദീസിൻ്റെ റിപ്പോർട്ടറാണ്. പക്ഷേ സ്വന്തം സഹോദരൻ, അവർ തമ്മിലൊരു കുഴപ്പമുണ്ടായിട്ടല്ല, നല്ല സുഹൃത്തുക്കളും കൂട്ടുകാരുമായിട്ട് സഹോദരങ്ങളായിട്ട് ജീവിച്ചവർ. പക്ഷേ എൻ്റെ സഹോദരൻ യഹ്യ ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ സ്വീകരിക്കരുത് കേട്ടോ, ബാക്കിയുള്ളതൊക്കെ പറ്റുമവനെ. ഹദീസ് യഹ്യ എൻ്റെ സഹോദരൻ റിപ്പോർട്ട് ചെയ്താൽ സ്വീകരിക്കരുത്. സ്വന്തം സഹോദരനെ പറ്റിപ്പോലും, സ്വന്തം പിതാവിനെ പറ്റിപ്പോലും അത് സ്വീകരിക്കരുത്, സ്വീകാര്യമരുത്. പിതാവിനേക്കാൾ വലുത്, സഹോദരനേക്കാൾ വലുത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് എന്നും റസൂല് പഠിപ്പിച്ച ദീനാണ് എന്നും മനസ്സിലാക്കിയ ഈ ഹദീസ് രംഗത്ത് ശ്രദ്ധിച്ച പണ്ഡിതന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയും സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഇങ്ങനെയായിരിക്കണം ഹദീസുകൾ സ്വീകരിക്കേണ്ടത് എന്ന് നമുക്കവർ പഠിപ്പിച്ചു തരുന്നു. പ്രധാനമായും 5 കാര്യങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ഹദീസിനുണ്ടാകണം. എന്താ? ഒന്ന്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത എഴുതിയ ആൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആ റിപ്പോർട്ടർമാരുടെ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ് ഒരു താബിഈ, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഒരു താബിഈ, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഒരു സ്വഹാബി, അങ്ങനെ റസൂല് വരെ എത്തുന്നത് പൂർണ്ണമായും ചേർന്നതായിരിക്കണം. ഒരാളും അതിൽ നിന്ന് കണ്ണിവിടാൻ പാടില്ല. എങ്ങനെ വിട്ടു എന്ന് മനസ്സിലാക്കുക? ഓരോരുത്തരുടെയും ചരിത്രം നോക്കുക. എവിടെ ജനിച്ചു, എവിടെ മരണപ്പെട്ടു, എന്ന് ജനിച്ചു, എന്ന് മരിച്ചു നോക്കിയാൽ ഇടയിൽ ആളുകൾ അതിനിടയിൽ പോയത് കാണാൻ കഴിയും. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അതിനാ മുൻഖത്തി എന്ന് പറയാ. ഹദീസിൻ്റെ പരമ്പര മുറിഞ്ഞു പോയത് ആ ഹദീസ് സ്വീകരിക്കൂല. അതേപോലെ തന്നെ സ്വഹാബി ചെന്നിട്ട് സഹാബിയെ പറയാതെ താബി നേരെ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. സത്യസന്ധന്മാരായിരിക്കും, പക്ഷേ ഹദീസ് സ്വീകരിക്കൂല, അവരുടെ ഹദീസും സ്വീകരിക്കൂല. സത്യസന്ധനാണെങ്കിൽ തന്നെ ഒരു പക്ഷേ അദ്ദേഹം മറ്റൊരു താബിയിൽ നിന്ന് കേട്ടതായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഹദീസും സ്വീകരിക്കാൻ പറ്റൂല. ഓരോരുത്തരും കണ്ണിമുറിയാതെ റസൂലിലേക്ക് എത്തിയവരായിരിക്കണം. മറിച്ച് ഓരോരുത്തരുടെയും ഹിസ്റ്ററി പരിശോധിച്ച് അവരുടെ സ്വഭാവം, പെരുമാറ്റം, അവരുടെ വിശ്വാസം, ആദർശം ഇത് മുഴുവൻ കൃത്യമായിരിക്കണം. അവരുടെ ഹിഫ്ളോ അതേപോലെ തന്നെ അവരുടെ ഓർമ്മശക്തിയോ അവർക്ക് മറവിയോ അവസാന കാലഘട്ടത്തിൽ
പ്രായാധിക്യം വന്നിട്ട് വല്ല പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതും വേണം നോക്കേണ്ടത്. മറ്റുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ ഇതേ വിഷയത്തിൽ വേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അവർക്ക് എതിരാകാൻ പാടില്ല ഇയാളുടെ ഹദീസ്. തന്നെക്കാൾ ശക്തരും പ്രബലരുമായ ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിന് എതിരായിട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ ആ ഹദീസും ഒഴിവാക്കുകയാണ്. അത്ര കൃത്യമായ സൂക്ഷ്മമായ രൂപത്തിൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ നോക്കിയാലും ഏതെങ്കിലും വളരെ ന്യൂനമായി ഗോപ്യമായി കിടക്കുന്ന വല്ല ന്യൂനതകളുമുണ്ടോ അതടക്കം കണ്ടെത്തിക്കൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു നോട്ട് എണ്ണുന്ന മനുഷ്യൻ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് 100 രൂപയുടെയോ 500 രൂപയുടെയോ 1000 രൂപയുടെയോ 2000-ൻ്റെയോ നോട്ടുകൾ ഒരു കെട്ട് കൊടുത്തയച്ച് അവൻ അത് 100 എണ്ണമുണ്ടെങ്കിലും അതിൽ കൂടുതലുണ്ടെങ്കിലും എണ്ണുന്നതിനിടയിൽ ഒന്നങ്ങോട്ട് മാറ്റിവെക്കും. എന്താ കാരണം? അത് കള്ളപ്പണമാണ്. അത് ശരിയായി അടിച്ചതല്ല എന്നവന് ഒരൊറ്റ തവണ കൈകൊണ്ട് നിരടി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇതേപോലെ തന്നെ ഹദീസ് റിപ്പോർട്ടർമാർക്ക് കഴിയുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കഴിയും. ആ രംഗത്ത് കഴിവ് തെളിയിച്ചവർ ഇമാം ബുഖാരിയെ പോലെ, ഇമാം തുർമിദിയെ പോലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്രയും കൃത്യവും സൂക്ഷ്മവുമായ രൂപത്തിലായിരിക്കണം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്താ കാരണം? ആ സൂക്ഷ്മത അവർ പുലർത്താനുള്ള കാരണമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വഹാബത്ത് പഠിപ്പിച്ചു കൊടുത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഗൗരവതരമായ നേരത്തെ പറഞ്ഞ താക്കീതുകളാണ്. എൻ്റെ പേരിൽ ഒരു കളവ് വരാൻ പാടില്ല, അറിയാതെ പോലും വരാൻ പാടില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ പോയ സ്വർഗത്തിൽ പോകണമെങ്കിൽ, സ്വഹാബത്ത് പോയ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവർ പോയ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച അതേ പാതയിലൂടെ തന്നെ കർമ്മപരമായും സ്വഭാവപരമായും വിശ്വാസപരമായും ആചാരങ്ങളിലൂടെയും സഞ്ചരിക്കണമെങ്കിൽ പ്രവാചകന്റെ സുന്നത്തുകൾ കോട്ടം തട്ടാതെ അതിൽ വെള്ളം ചേർക്കാതെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അതിലൊരു അബദ്ധവും വരാതെ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് സ്വഹാബത്ത് ശ്രദ്ധിച്ചതുപോലെ തന്നെ തൊട്ടടുത്ത തലമുറയും ശ്രദ്ധിക്കുകയും അവർ ആ രംഗത്ത് വളരെ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി, ഹദീസുകൾ സ്വഹീഹും ദഈഫും വേർതിരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം പറയാണ്, ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒരാളെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണത്? അബ്ദുല്ലാഹി ഇബ്നു മുഹർറിർ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടത് വെച്ച് നോക്കിയപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണോ നിനക്ക് നല്ലത്, അതല്ല അബ്ദുല്ലാഹി ഇബ്നുൽ മുഹർറിറിനെ ഒന്ന് കാണുന്നതാണോ നല്ലത് എന്നോട് ചോദിച്ചാൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് സ്വർഗത്തിൽ പോകായിരുന്നോ എന്ന് ഞാൻ പറയുമായിരുന്നു. അത്രയും അദ്ദേഹത്തിനോട് എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് ഒരൽപ്പം സഹവസിച്ചപ്പോൾ അദ്ദേഹം ചേർന്നവനല്ല, ഈ പണിക്ക് പറ്റിയവനല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തുറന്നു പറയുകയാണ്, കാനത്ത് ബഅറ അഹബ്ബു ഇലയ്യ മിൻഹു, അദ്ദേഹത്തെക്കാൾ നല്ലത് കാനത്ത് ബഅറത്തുൻ അഹബ്ബ ഇലയ്യ മിൻഹു, അയാളെക്കാളും നല്ലതൊരു ചാണകക്കട്ടയാണ് എന്ന് ഞാൻ പറഞ്ഞുപോയി എന്ന് അദ്ദേഹം അതവിടെ രേഖപ്പെടുത്തി വെച്ചു. വലിയവനായി അറിയപ്പെട്ടതാണ്, പക്ഷേ രേഖപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹത്തെ പറ്റി. ഇനി അദ്ദേഹത്തിലൂടെ ഒരു ഹദീസ് വന്നാൽ ഒരാൾ സ്വീകരിക്കൂല. ഇതാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച്. ഇത് ആരെ സംബന്ധിച്ചുമല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് നേർക്ക് നേരെ അവർ സ്വീകാര്യരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇന്നിന്ന കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെക്കാൾ മുമ്പ്, നമ്മളിത് പറയുന്നതിനേക്കാൾ മുമ്പ് അവർ സ്വർഗത്തിലെത്തിയിരിക്കും. കാരണം വിശ്വാസപരമായും അവരുടെ സ്വഭാവം കൊണ്ടുമൊക്കെ ഏറ്റവും നല്ലവരായിരുന്നു അവർ. ഹദീസിന് പറ്റൂലെന്നേ ഉള്ളൂ, അവരുടെ ബാക്കി എല്ലാ കാര്യവും ഉഷാറാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞതുകൊണ്ട് അവരുടെ സ്വഭാവത്തിനോ പെരുമാറ്റത്തിനോ അവരുടെ സ്വർഗപ്രവേശത്തിനോ തടസ്സമല്ല. അങ്ങനെയുള്ളത് ആരെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞ, ജീവിതത്തിൽ തിന്മകൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ അവരുടെ
ജീവിതത്തെ സംബന്ധിച്ച് പ്രശ്നമാക്കേണ്ടതുള്ളൂ. അല്ല ഒരു ഹദീസിന് ഇന്നയാൾ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അയാൾ മോശക്കാരനാണ് എന്നല്ല അതിനർത്ഥം. അയാൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും വിശ്വാസത്തിലുമൊക്കെ ഒരുപാട് നല്ലവനായിരിക്കാം. അതാ പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മളിത് പറയുന്നുണ്ട്, പക്ഷേ ഇത് അള്ളാന്റെ റസൂലിന്റെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒരുപക്ഷെ ഇബാദത്ത് കൊണ്ടും വിശ്വാസം കൊണ്ടുമൊക്കെ നമ്മളെക്കാൾ ഉന്നതരായിരിക്കും അവർ. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ഇവർ സ്വീകാര്യരല്ല, ഇവർ മോശക്കാരാണ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ മോശം എന്താണ് എന്ന് നോക്കിയിട്ടേ അതെന്താണ് എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ചിലപ്പം വിശ്വാസം തന്നെ പോയവരായിരിക്കും, ചിലപ്പം വളരെ മോശപ്പെട്ടവനായിരിക്കും, റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞവനായിരിക്കും. അവർക്ക് പരലോകം തന്നെ ഉണ്ടാവില്ല, അവർക്ക് സ്വർഗം ഉണ്ടാവില്ല, ഉറപ്പല്ലേ. എന്നാൽ തൻ്റെ ചെറിയ ന്യൂനത കൊണ്ട്, പ്രായാധിക്യം കൊണ്ട്, അതേപോലെ തന്നെ ഓർമ്മക്കുറവ് കൊണ്ട് എഴുതിയ രേഖകൾ വീടിന് തീ പിടിച്ചിട്ടും അതേപോലെ തന്നെ മുങ്ങിപ്പോയിട്ടുമൊക്കെ നഷ്ടപ്പെട്ട് ഓർമ്മയിൽ നിന്ന് ഹദീസ് എടുത്തു പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരുടെ ഹദീസും സ്വീകരിക്കൂല. പക്ഷെ അവർക്ക് വ്യക്തിപരമായി കുഴപ്പമില്ല, ഹദീസിനാണ് പ്രശ്നം, അവർ റിപ്പോർട്ട് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ അത്രയും കൃത്യമായി ഓരോരുത്തരുടെയും ജീവിതം കൃത്യമായി പഠിച്ച് അവരുടെ ജീവിതങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി, ആ രേഖപ്പെടുത്തിയതോടൊപ്പമാണ് അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളും രേഖപ്പെട്ട് കിടക്കുന്നത് എന്ന് ഹദീസുകളിൽ നമ്മൾ ചരിത്രം പരതി നോക്കിയാൽ കാണാൻ കഴിയും. ഇനി നമുക്കൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിഞ്ഞു. ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു. പഠനം കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോരുത്തരുടെയും ചരിത്രം എടുത്തു നോക്കുക. ഇന്ന ആളെ സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ പറ്റി വിലയിരുത്തുന്നത് മജ്ഹൂൽ, ചരിത്രമറിയാത്തവൻ. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവമെന്ത്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെന്ത്, വിശ്വാസമെന്ത് അറിയില്ല എങ്കിൽ അയാളുടെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. അതിനും കൃത്യമായി പണ്ഡിതന്മാർ രേഖകൾ വെച്ചു. അവരെ പറ്റിയും രേഖപ്പെടുത്തി. ഇന്ന ആൾ, അവർ ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം മജ്ഹൂലുകളാണ്, അവരെ പറ്റി ഒരു രേഖയും ലഭിക്കാനില്ല. അവരുടെ ഹദീസ് സ്വീകരിക്കൂല, അവരുടെ ഹദീസ് ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ അത്രയും കൃത്യവും കണിശവുമാണ് ഹദീസ് വിജ്ഞാനങ്ങൾ എന്ന് പറയുന്നത്. ആ വിജ്ഞാന ശാഖയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ കൃത്യത നമുക്കറിയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ പറ്റി പഠിച്ച ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞത്, വൽയഫ്തഖിറിൽ മുസ്ലിമൂൻ മാ ശാഉ ബിഇൽമി ഹദീസിഹിം പറഞ്ഞ വാക്കുകളാണ്. മുസ്ലിങ്ങൾക്ക് ധാരാളമായിട്ട് അഭിമാനിക്കാനുണ്ട് അവരുടെ ഇൽമുൽ ഹദീസ് അഥവാ ഹദീസ് നിദാന ശാസ്ത്രം, ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്ത് എന്ന് വെച്ചതിലൂടെ അത് തന്നെ ലോകത്ത് ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് എന്ന് ഹദീസിനെ സംബന്ധിച്ച് പഠിച്ച ഓറിയന്റലിസ്റ്റുകൾ അടക്കം പഠിപ്പിക്കുകയാണ്. എങ്കിൽ അത്രയും സൂക്ഷ്മമാണ്, ഒരു ന്യൂനതകളും ഒരു കുറവും പറയാൻ കഴിയാത്ത രൂപത്തിലാണ് ഹദീസുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് ഹദീസുകൾ എല്ലാ ഹദീസും സ്വീകരിക്കലല്ല, സ്വീകരിക്കേണ്ട ഹദീസുകളൊന്നും തള്ളാനും പാടില്ല. അങ്ങനെയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകും. അതെ, വമൻ അബ, ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ മാർഗം സ്വീകരിക്കാതെ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുക എന്ന് ചോദിച്ചില്ലേ? അതിനുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ അസാനി ഫഖദ് അബാ, ആരാണ് എന്നെ ധിക്കരിച്ചത് അവനാണ് സ്വർഗപ്രവേശനത്തിന് ധിക്കാരം പുലർത്തിയത്. നമ്മളെ കൂട്ടത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹദീസുകൾ സ്വഹീഹാണോ അല്ലേ കൃത്യമായ നിബന്ധനകൾ വെച്ച് പരിശോധിക്കുക. പരിശോധനയിൽ സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ സ്വീകരിക്കാൻ മടി കാണിക്കാതിരിക്കുക. അതാണ് മുഅ്മിനിന്റെ സ്വഭാവമെന്ന് നമ്മുടെ മുൻഗാമികൾ മുഴുവൻ പഠിപ്പിച്ചത്. നമ്മുടെയും ഒരു ആദർശമായി സ്വീകരിക്കുക. അല്ലാഹു നമ്മൾ നിന്ന് ഇത്തരം കർമ്മങ്ങൾ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് പഠിപ്പിച്ച, അതേപോലെ തന്നെ മുൻഗാമികളായ ഇമാമിങ്ങൾ മുഴുവൻ പഠിപ്പിച്ച ആ റൂട്ടിലൂടെ തന്നെ എല്ലാ പ്രമാണങ്ങളുടെയും രംഗത്ത് പോകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.